വാഹനം മറികടക്കുന്നതിനെ ചൊല്ലി സുരേഷ് ഗോപിയുടെ മകനും നടനുമായ മാധവ് സുരേഷും കോൺഗ്രസ് നേതാവ് വിനോദ് കൃഷ്ണയും തമ്മിൽ നാടുറോഡിൽ തർക്കം. തിരുവനന്തപുരം ശാസ്തമംഗലത്ത് ഇന്നലെ രാത്രിയിലായിരുന്നു ഇരുവരും പോരടിച്ചത്. മാധവ് മദ്യപിച്ചിട്ടില്ല എന്ന് പരിശോധനയിൽ പോലീസ് ഉറപ്പാക്കി. ഇരുവർക്കും പരാതിയില്ലാത്ത സാഹചര്യത്തിൽ പോലീസ് കേസെടുക്കാതെ വിട്ടയച്ചു. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു നടുറോഡിലെ വാക്പോര്. മാധവും വിനോദ് കൃഷ്ണയും ശാസ്തമംഗലത്തു നിന്നും വെള്ളയമ്പലത്തിലേക്ക് കാർ ഓടിച്ചു വരികയായിരുന്നു. മുന്നോട്ട് നീങ്ങി വിനോദ് കൃഷ്ണ പെട്ടെന്ന് യു-ടേൺ എടുത്തപ്പോൾ മാധവിന്റെ വാഹനം തൊട്ടടുത്ത് ബ്രേക്കിട്ടു. വാഹനങ്ങൾ പരസ്പരം ഇടിക്കാതെ മാറുകയായിരുന്നു. തുടർന്ന് നടുറോഡിൽ വാഹനങ്ങളിട്ട് ഇരുവരും പോർവിളിയായി. വിനോദ് കൃഷ്ണ പുറത്തിറങ്ങി വാഹനത്തിന്റെ ബോണറ്റിൽ ഇടിച്ചുവെന്നാണ് മാധവിന്റെ ആരോപണം. എന്നാൽ വിനോദ് വാഹനമെടുത്ത് മുന്നോട്ട് നീങ്ങുമ്പോൾ മാധവ് തടഞ്ഞ് ബോണറ്റിൽ അടിക്കുന്നതും പോലീസ് വരട്ടെ എന്ന് പറയുന്നതും പുറത്തുവന്ന ദൃശ്യങ്ങളിലുണ്ട്. വിനോദാണ് മ്യൂസിയം പോലീസിനെ വിവരം അറിയിച്ചത്. പോലീസ് വരുമ്പോൾ മാധവ് പറഞ്ഞു മൊബൈൽ ഉപയോഗിച്ചു എന്ന് പറയുന്നു. അപ്പോൾ പോലീസ് മാധവനോട് പറയുന്നു അത് നിന്റെ ജോലിയല്ല, മൊബൈൽ ഉപയോഗിച്ചു, നീ ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തരണമെന്ന് പറയുന്നു. അപ്പം ഞാൻ പറഞ്ഞു നീ എന്താണെങ്കിലും നിനക്ക് നിയമമുണ്ട്, അത് റോഡിൽ ഈ ബഹളം അല്ലെ എന്നെ ട്രാഫിക് തടസ്സപ്പെടുത്താനോ എൻ്റെ യാത്ര തടസ്സപ്പെടുത്താനുള്ള റൈറ്റ് നിനക്കില്ലെന്ന് ഞാൻ പറയുന്നു. പുറത്തു വന്ന വാർത്തകൾ മാധവ് സുരേഷ് നിഷേധിച്ചു. വാഹനങ്ങൾ മാറ്റിയിടാതെയുള്ള തർക്കത്തിനിടെ റോഡിൽ ബ്ലോക്കായി. ഇതിനിടെ ഒരു ഇരുചക്ര വാഹന യാത്രക്കാരന് അപകടവും സംഭവിച്ചു. മാധവ് മദ്യപിച്ചിട്ടുണ്ടെന്നായിരുന്നു വിനോദിന്റെ പരാതി. മാധവിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരിശോധിച്ചുവെങ്കിലും മദ്യപിച്ചിട്ടില്ലെന്ന് കണ്ടെത്തി. രണ്ടുപേർക്കും പരാതികളില്ലെന്ന് പിന്നീട് അറിയിച്ചതോടെ സ്റ്റേഷൻ രേഖകളിൽ രേഖപ്പെടുത്തിയ ശേഷം വിട്ടയക്കുകയായിരുന്നു എന്ന് മ്യൂസിയം പോലീസ് പറഞ്ഞു.